CPMന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു സ്ത്രീ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അപ്പോൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ ബന്ധം. കാവ്യവൽക്കരണത്തെ സല്യൂട്ട് ചെയ്ത് അതിന് പിന്തുണ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേരാണ് ശിവൻകുട്ടി. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ ഇതിനൊക്കെ കൂടെ നിൽക്കുമെന്ന് തോന്നുന്നു. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാലമായി ദീർഘകാലമായി ഡൽഹിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ശ്രീ KV തോമസ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നത് മുതൽ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന കോർപ്പറേഷനായിരുന്നു തിരുവനന്തപുരം. അതിൻ്റെ കാരണം നമുക്കറിയാം. ഇന്ത്യ മുന്നണിയൊക്കെ ഒപ്പം ചേർന്ന് BJP മുന്നണിയെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കുമെന്നൊക്കെയായിരുന്നു വാർത്തകൾ. ഏറ്റവും അവസാനം വരുന്ന വാർത്തകൾ എങ്ങനെ? കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആത്മാർത്ഥതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പശ്ചാത്തലത്തിലേക്കാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ തെരഞ്ഞെടുപ്പ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഒരു കാലഘട്ടത്തിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് അക്കൗണ്ട് തുറക്കാൻ കോർപ്പറേഷൻ തലത്തിൽ സാധിക്കുകയില്ലെന്നും അതിനൊരു രീതിയിലുള്ള പിന്തുണ നൽകുകയില്ലെന്നും രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് വളരെ പരസ്യമായി BJPയെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ അധികാരത്തിലേക്ക് എത്തിക്കാനുള്ള എളുപ്പ വഴികൾ നെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് CPM പൊടുന്നനവെ എടുത്തിരിക്കുന്ന നിലപാട് കേരളത്തിലെ മതനിരപേക്ഷ മനസ്സുകളെ ആകെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇപ്പോഴും ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിട്ടില്ല. 50 സീറ്റുകളാണ് BJPയെ സംബന്ധിച്ചിട്ടുള്ളത്. പക്ഷേ 51 സീറ്റാണ് യഥാർത്ഥത്തിൽ അവർക്ക് വേണ്ടിയിരിക്കുന്നത്. അപ്പോഴാണ് 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വിജയിച്ച് വന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ പാറ്റൂർ രാധാകൃഷ്ണനും അതുപോലെ തന്നെ മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും. രാധാകൃഷ്ണൻ തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന മാധ്യമപ്രവർത്തകനാണ്. ദീർഘകാലമായി ഇടതുപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചയാളാണ്. പക്ഷെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുന്നു എന്നറിഞ്ഞതിനെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ ദിവസം CPMൻ്റെ ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തന്നെ വലിയ തോതിൽ ആക്രമിക്കാനും അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കാനും ഇടയായ സംഭവം ഉണ്ടായത്. പക്ഷെ അതിനുശേഷം നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം BJPയെ മാറ്റി നിർത്തുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട അജണ്ട അത് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ശ്രീ രാധാകൃഷ്ണൻ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അദ്ദേഹം CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷനിലെ ലീഡർ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടിയെ നേരിട്ട് അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരം വീട്ടിൽ പോയി കാണുകയും അദ്ദേഹത്തോട് ഈ വിഷയം സംസാരിക്കുകയും ചെയ്തു. ആ സമയത്ത് ശിവൻകുട്ടി ബോധപൂർവം മാധ്യമപ്രവർത്തകരെ അവിടത്തേക്ക് വിളിപ്പിച്ചു. അപ്പോൾ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ കാണുന്ന കാഴ്ച എന്താണ്? CPMൻ്റെ അക്രമത്തിന് വിധേയനായ സ്വതന്ത്ര സ്ഥാനാർത്ഥി ശിവൻകുട്ടിയെ കാണാൻ വേണ്ടി വന്നു എന്നുള്ളതാണ്. ഓക്കെ, സാരമില്ല, അങ്ങനെയൊക്കെ നടന്നോട്ടെ. പക്ഷേ ആത്യന്തികമായി CPM എടുക്കേണ്ട നിലപാടെന്താണ്? പാറ്റൂർ രാധാകൃഷ്ണനെയോ അല്ലെങ്കിൽ മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയോ മുന്നിൽ നിർത്തി കോൺഗ്രസിനും CPMനും പരസ്പരം വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടാക്കുകയും ആ പശ്ചാത്തലം വഴി BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള സുവർണാവസരം ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. സ്വന്തം പാർട്ടിക്ക് അനുഭാവിയായി നിന്നൊരു മനുഷ്യനെ ഒരു ഏരിയ സെക്രട്ടറി മർദ്ദിച്ചു. ആ മർദ്ദിച്ചതിന് ശേഷം അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്നു. ആ വിജയിച്ചു വരുന്ന മനുഷ്യൻ നമ്മുടെ വെള്ളിമൂങ്ങ സിനിമയിലൊക്കെ കണ്ടതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോൾ നിർവഹിക്കപ്പെടേണ്ട ഒരാളായി മാറുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ എന്തിനും തയ്യാറാണ്, CPMൻ്റെയും കോൺഗ്രസിൻ്റെയും പിന്തുണ നേടി മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തയ്യാറാണ്. അതല്ല മറ്റെന്തെങ്കിലും ഫോർമുലകളുണ്ടെങ്കിൽ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. പക്ഷേ ഇതിനൊന്നും മുഖവിലക്കെടുക്കാതെ CPM ഒറ്റയ്ക്ക് മത്സരിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അവിടെ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ ഒരു കാര്യം വളരെ കൃത്യമായി വ്യക്തമാക്കുകയുണ്ടായി. BJPയെ മാറ്റി നിർത്താനുള്ള ഏത് ഫോർമുലയ്ക്കും കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് പിന്തുണയുണ്ടാകും. പക്ഷേ ആ പിന്തുണ ഉണ്ടാകണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? കോർപ്പറേഷനിലെ ഏറ്റവും വലിയ ഇന്ത്യ മുന്നണിക്കകത്തെ പാർട്ടി CPM ആണ്. അപ്പോൾ CPM ആദ്യം തീരുമാനമെടുക്കണം. ഞങ്ങളൊരു പൊതു സ്വതന്ത്രനെ പിന്തുണയ്ക്കാൻ തയ്യാറാണ്, കോൺഗ്രസ് തയ്യാറാണെങ്കിൽ തയ്യാറാകണം
എന്ന് CPM-ൻ്റെ ഭാഗത്തു നിന്നാണ് ഒരു പ്രസ്താവന വരേണ്ടിയിരുന്നത്. പക്ഷേ CPM അത്തരമൊരു പ്രസ്താവന മുഴക്കിയില്ല. മറുഭാഗത്ത് കോൺഗ്രസ് ഒരു പൊതു സ്വതന്ത്രൻ വന്നാലും പിന്തുണയ്ക്കാം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങി. ഇവിടെ നമ്മൾ കാണുന്നൊരു വിഷയം എന്താണ്? CPM-ൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു സ്ത്രീ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദപ്പെട്ട ഒരു ഭാരവാഹിയാണ്. അവർ പറഞ്ഞത് കടകംപള്ളി സുരേന്ദ്രനാണ് മീഡിയേറ്റർ. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായി CPM വോട്ട് രേഖപ്പെടുത്തും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിന് പ്രത്യുപകാരമായി BJP CPM-ന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തും എന്ന് പരസ്യമായി CPM-ൻ്റെ ഒരു നേതാവ് തന്നെ, ഒരു വനിതാ നേതാവ് തന്നെ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്ന അവസ്ഥയല്ലേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുമോ? അപ്പോൾ കോർപ്പറേഷൻ ഭരിക്കട്ടെ BJP എന്ന് BJPയെക്കാളും വലിയ ആത്മവിശ്വാസത്തോടു കൂടി ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് CPM-ആണ്. BJP മേയർ സ്ഥാനാർത്ഥിക്ക് മുൻപേ തന്നെ CPM മേയർ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞു. ശിവൻ എന്നൊരു കൗൺസിലറാണ്. അപ്പോൾ ഈ അങ്ങനെയുള്ളൊരു തീരുമാനം വന്നതോടുകൂടി ഇനി ഇന്ത്യ മുന്നണിക്ക് അവിടെ പ്രസക്തിയില്ല, സ്വതന്ത്രന് പ്രസക്തിയില്ല. BJP തന്നെ 100% ഭരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെയൊരു സംഭവമുണ്ട് എന്ന് പറയുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് അല്ലെങ്കിൽ BJPയെ ഇവിടുന്ന് കെട്ടിക്കണം എന്ന് പറയുന്ന CPM-ൻ്റെ പ്രസക്തി കൂടെയല്ലേ നഷ്ടപ്പെടുന്നത്? CPM-ന് ഓൾറെഡി ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ നഷ്ടപ്പെട്ടിരിക്കുന്ന CPM-നെ സംബന്ധിച്ച് നിലനിൽപ്പിനുള്ള ഒരു സർവൈവലിനുള്ള ഒരു കേന്ദ്രമെന്ന് പറയുന്നത് കേരളമാണ്. ആ കേരളത്തിൽ അവർക്ക് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ BJPയുടെ പിന്തുണ വേണം എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. തിരുവനന്തപുരത്തെ CPM-ൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത് ശിവൻകുട്ടിയാണ്. ആ ശിവൻകുട്ടിയാണ് PM ശ്രീ എന്ന് പറയുന്ന പദ്ധതിയിൽ പാർട്ടി അറിയാതെ, മുന്നണി അറിയാതെ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് അതിൻ്റെ ഇടപാടുകൾ, കത്തുകുത്തുകളെല്ലാം വളരെ കൃത്യമായി നടത്തി PM ശ്രീയിൽ ഒപ്പുവെച്ചത്. നിങ്ങൾ ആലോചിക്കണം, കേരളത്തിലെ രാഷ്ട്രീയ മേഖലയിൽ ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന കാവ്യവൽക്കരണത്തെ സല്യൂട്ട് ചെയ്ത് അതിന് പിന്തുണ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേരാണ് ശിവൻകുട്ടി. ആ ശിവൻകുട്ടിയുടെ നായകത്വത്തിലാണ് തിരുവനന്തപുരത്തെ CPM-ൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെല്ലാം നടന്നു വരുന്നത്. ആ തിരുവനന്തപുരത്താണ് ഇപ്പോൾ ഏകപക്ഷീയമായി വിജയിക്കാൻ സാധ്യതയില്ല. പക്ഷെ മറുഭാഗത്ത് BJPയെ പരാജയപ്പെടുത്താൻ ചില അവസരങ്ങളുണ്ട്. ആ അവസരങ്ങളെ ഒന്നും നോക്കാതെ, അവസരങ്ങളിലേക്കൊന്നും വിരൽ ചൂണ്ടാതെ നേരെ സ്വന്തം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുവഴി വളരെ കൃത്യമായി കേരളം മനസ്സിലാക്കേണ്ടുന്ന ഒരു രാഷ്ട്രീയ സ്ട്രാറ്റജി ഉണ്ട്. അത് CPM-ഉം BJPയും തമ്മിലുള്ള ഈ CJP പാലം, ബ്രിട്ടാസ് പാലം. ആ പാലമാണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തിൻ്റെ മണ്ണിലിപ്പോൾ സാധ്യതപ്രായമാകാൻ വേണ്ടി പോകുന്നത്. കാവിക്കൊടി തിരുവനന്തപുരത്ത് അനന്തപുരിയിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ സംസ്ഥാന നഗരിയിൽ നാളെ പാറിക്കളിക്കാൻ ഇടയായാൽ അതിൻ്റെ നമ്പർ 1 പ്രതി എന്ന് പറയുന്നത് കോൺഗ്രസ് അല്ല, അത് CPM-ആണ്. ഇപ്പോൾ പുറത്തു വരുന്ന ഞെട്ടിപ്പിക്കുന്ന ചില സത്യങ്ങളുണ്ട്. അതായത് അതാദ്യം UDF-നൊക്കെ പരാജയം സംഭവിച്ചു അതിൽ എന്ന് പറയേണ്ടി വരും. ഈ വാർഡ് വിഭജനത്തിൻ്റെ സമയത്ത് BJPക്കൊക്കെ മുൻതൂക്കമുള്ള കഴക്കൂട്ടം മേഖലയിൽ ആകെ ഉണ്ടായിരുന്നത് 22 വാർഡുകളായിരുന്നു. അതിപ്പോൾ 28ആയി. ഒരു വാർഡിൽ 3000-ഉം 3500-ഉം ആളുകളാണ് അതിലുള്ളത്. അങ്ങനെ 6 അവിടെ വർദ്ധിക്കുകയാണ്. അതേസമയം തീരദേശ മേഖല, വിഴിഞ്ഞം പോലെയുള്ള സ്ഥലങ്ങൾ, പിന്നെ ഹാർബർ അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ UDF-ന് മുൻതൂക്കമുള്ള ഭീമാപ്പള്ളി UDF-ന് മുൻതൂക്കമുള്ള സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ 2 വാർഡുകളെ ഒന്നാക്കുകയാണ് ചെയ്തത്. 11,000, 16,000 ഒക്കെയാണ് ഒരു വാർഡിൽ വോട്ടർമാരുള്ളത്. ശരിക്കും പറഞ്ഞാൽ BJPക്ക് വാർഡിൽ ഉൾപ്പെടാൻ, അല്ലെങ്കിൽ വാർഡ് പുനർനിർണയത്തിൽ അങ്ങനെ ഉൾപ്പെടാൻ പറ്റില്ലല്ലോ സംസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ. അവിടെ CPM BJPക്ക് വേണ്ടുന്ന തരത്തിൽ വാർഡ് വിഭജിച്ച് നൽകുകയായിരുന്നു. അപ്പോൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ ബന്ധം, മുൻകൂട്ടിയുള്ള ഒരു പ്ലാനാണ്. ഈ പ്ലാൻ മറ്റൊന്നിലേക്കുള്ളൊരു പോക്കാണ് എന്ന് ഉറപ്പല്ലേ? തീർച്ചയായിട്ടും 2026
നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെമി ഫൈനൽ കേളിക്കൊട്ടാണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാലമായി ദീർഘകാലമായി ഡൽഹിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ശ്രീ കെ വി തോമസ്. ഇപ്പം നമുക്കറിയാം, കെ വി തോമസിനെ ഡൽഹിയിൽ അപ്പോയിൻ്റ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ലൈസനിങ് ടു ദ സെൻട്രൽ ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിലുള്ള ലൈസനിങ് നടത്തുക, കേന്ദ്ര ഫണ്ടുകൾ കേരളത്തിലേക്ക് എത്തിക്കുക, കേന്ദ്ര വിഹിതം വളരെ കൃത്യമായി കേരളത്തിന് ചോദിച്ചു വാങ്ങുക എന്ന് തുടങ്ങി നിരവധിയായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളാണ് കെ വി തോമസിനെ ഏൽപ്പിച്ചത്. പക്ഷേ തോമസ് മാഷെ സംബന്ധിച്ച് അദ്ദേഹം ഡൽഹിയിൽ പോയതിന് ശേഷം 1 രൂപയുടെ പദ്ധതിയും കേരളത്തിലേക്ക് പ്രത്യേകമായി ഒരു എക്സ്ട്രാ അല്ലെങ്കിൽ വാല്യൂ ആഡഡ് പദ്ധതി എന്നുള്ള രീതിയിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹം ഇപ്പോൾ അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം CPM-ഉം BJP-യും തമ്മിലുള്ള വലിയ ബാന്ധവത്തിൻ്റെ കണ്ണിയായിട്ടാണ്. അതിൻ്റെ ഒരു നേർരേഖയാണ് നമ്മൾ കണ്ടത്. നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മലാ സീതാരാമനും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഒക്കെ ഒരുമിച്ച് ചായ കുടിക്കുന്ന സാഹചര്യം, രാവിലെ തന്നെ പ്രഭാത ചർച്ച നടത്തുന്ന സാഹചര്യം. അതുകൂടാതെ നമ്മൾ മറ്റൊരു കാര്യം പറയാൻ എനിക്ക് വിട്ടുപോയി. അതായത് ഈ ശിവൻകുട്ടി PM ശ്രീയിൽ മാത്രമല്ല, ലേബർ കോഡ്, കേരളത്തിലെ CITU പോലുള്ള ഏറ്റവും വലിയ തൊഴിലാളി സംഘടനകളെ പോലും അറിയിക്കാതെ, CPE അറിയിക്കാതെ, CPM-ൻ്റെ ഉന്നത നേതാക്കന്മാരെ അറിയിക്കാതെ ആ ലേബർ കോഡിലും നമ്മുടെ ശിവൻകുട്ടി പോയി ഒപ്പിട്ടു. അപ്പോൾ എല്ലാ ദിവസവും പോയി ഒപ്പിടുകയാണ്. എല്ലാ ദിവസവും BJP-യുമായിട്ടുള്ള ബന്ധത്തിന് ശക്തി നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ശക്തി വൈഭവത്തിൻ്റെ നേർ പ്രതിഫലനമാണ് ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന മേയർ തെരഞ്ഞെടുപ്പിൽ കാണാൻ വേണ്ടി പോകുന്നത്. തിരുവനന്തപുരം എന്തു വില കൊടുത്തും BJP-ക്ക് നൽകാൻ CPM തീരുമാനിച്ചു എന്നുള്ളത് 26-27 തീയതികളിൽ നമുക്ക് കാണാൻ വേണ്ടി പോകുന്ന പൂരമാണ്. ഒരു കാര്യം അസന്നിഗ്ധമായി നമുക്കിപ്പോൾ വീണ്ടും ആവർത്തിച്ചു പറയാം. അനന്തപുരിയുടെ മണ്ണിൽ കാവിക്കൊടി പാറുന്നുവെങ്കിൽ ആ കാവിക്കൊടി പാറിക്കാൻ വേണ്ടി എല്ലാ രീതിയിലുള്ള പൊളിറ്റിക്കൽ കളവും ഒരുക്കിക്കൊടുത്ത രാഷ്ട്രീയ പാർട്ടി CPM-ആണ്. അതിനുവേണ്ടി ചരട് വലിച്ചത് ശിവൻകുട്ടിയാണ്. അതിനുവേണ്ടി ചരട് വലിച്ചത് ശ്രീ കടകംപള്ളി സുരേന്ദ്രനാണ്. അതിന് വേണ്ടുന്ന മീഡിയേറ്റർ എന്നുള്ള രീതിയിൽ ഡൽഹിയിൽ പ്രവർത്തിച്ചത് ശ്രീ കെ വി തോമസാണ്. പക്ഷേ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതോടുകൂടി യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ ഇതിനൊക്കെ കൂടെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നല്ല പ്രവർത്തകന്മാർ കഴിഞ്ഞ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തിയവരാണ്. ഇപ്പോൾ കേരളത്തിലെ മൊത്തം വോട്ടിംഗ് പെർസെൻറ്റേജും ആ വോട്ടിങ്ങിൻ്റെ റേഷ്യോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ CPM-ൻ്റെ കുടുംബങ്ങൾ അകമഴിഞ്ഞ് UDF-ന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വോട്ട് രേഖപ്പെടുത്താനുള്ള കാരണങ്ങൾ ഈ കള്ളക്കളികളാണ്. ഒരു ഭാഗത്ത് സർക്കാരിനെതിരായി നിലനിൽക്കുന്ന ആൻറ്റി ഇൻകംബൻസി, അതായത് സർക്കാർ വിരുദ്ധ മാനസികാവസ്ഥ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ വളർന്നു വന്നിട്ടുണ്ട്. അതുകൂടാതെ വർഗീയ വിഷലിപ്തമായിട്ടുള്ളൊരു അന്തരീക്ഷം കേരളത്തിൻ്റെ മണ്ണിലും മനസ്സിലും ഉണ്ടാക്കിയെടുക്കാൻ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകളെ ഉപയോഗിച്ചു എന്നൊരു ഘടകം കേരളത്തിൽ നിലനിൽക്കുന്നു. അതുകൂടാതെ BJP-യിലേക്ക് CPM-ഉം CPM-ലേക്ക് BJP-യും വലിയൊരു അന്തർധാര ഇവിടെ നിലനിൽക്കുന്നു എന്നൊരു തോന്നൽ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലുണ്ടായി. ഇതൊക്കെ നമ്മൾ ഈ സെമി ഫൈനൽ റൗണ്ടിൽ തന്നെ കാണുകയാണ്. ഈ റൗണ്ടിൻ്റെ വളരെ ശക്തമായിട്ടുള്ളൊരു മുന്നേറ്റമായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ വേണ്ടി പോകുന്നത്. അവിടെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പും അതിനെ തുടർന്ന് ഇപ്പോൾ മേയർ തെരഞ്ഞെടുപ്പിൽ അതിവേഗം മറ്റു രാഷ്ട്രീയ പാർട്ടികളോടൊന്നും ആലോചിക്കാതെ, ഇതിൻ്റെ രാഷ്ട്രീയ മാനവും സാധ്യതയും ആലോചിക്കാതെ കേരളത്തിൻ്റെ മണ്ണിലേക്ക് BJP കടന്നു വരുന്നതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ പോലുമില്ലാതെ സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക വഴി CPM വളരെ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു മെസ്സേജാണ് കേരള സമൂഹത്തിന് നൽകിയിരിക്കുന്നത്. ആ മെസ്സേജാണ് ഇപ്പോൾ സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ CPM-നെ പ്രേരിപ്പിച്ചിരിക്കുന്ന ഘടകം.